ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ സ്പൈസി ആയിട്ടുള്ള, വളരെ ഓത്തൻറ്റിക് ആയിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നല്ലൊരു സ്പൈസിയും കൂടെയാണിത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും നന്നായിട്ട് കഴിക്കാൻ പറ്റുക. പിന്നെ നമുക്ക് ഏത് ഐറ്റത്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിഷ് കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പിലോപ്പി എന്ന് പറയുന്നൊരു നാടൻ മീനാണിത്. അതുപോലെ തന്നെ ഇത് തിലോപ്പിയ എന്നും കൂടെ അറിയപ്പെടും. ഇനി നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക് വേണം, 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ വേണം, നല്ല കട്ടിയുള്ളത്, അതെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 കഷ്ണം പുളി എടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പത്ത്. ഇനി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് 2ആയിട്ട് ഇങ്ങനെ പൊളന്നിട്ടാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. ഇനി ചുവന്നുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നമുക്ക് വീണ്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മീൻകറിക്ക് ഉലുവ പൊടിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഫിഷ് കറി വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരല്പം കാശ്മീർ പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കും. കാശ്മീർ പൊടി നമുക്ക് നല്ലൊരു കളർ കിട്ടാനാണ്. പിന്നെ ഒരല്പം എണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ നമുക്ക് പോകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം, ഒട്ടും കരിയാതെ തന്നെ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിത് തിളച്ച വെള്ളം കേട്ടോ ചേർത്തേക്കുന്നത്, എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കറി കുക്കായി കിട്ടാനാണ്. ഇനി നമ്മൾ ചേർത്ത ചേരുവയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഫിഷ് ക്ലീൻ ചെയ്ത് വെച്ചിരുന്നത് ഓരോന്നായിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എല്ലാ ഫിഷും നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്പൂണ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആ മീനിനെ ഒന്ന് നന്നായിട്ടൊന്ന് മുക്കി വയ്ക്കാം. അപ്പം ഞാൻ അതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അടച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് നേരം നമുക്ക് അതിനെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ മീൻ ഏകദേശം നന്നായിട്ട് വെന്ത് ആയി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 1/4 ഭാഗം അത് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം അത് വെന്തിട്ടുണ്ട്. ഞാനിനി അതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കൊഴുപ്പുള്ള പാലാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്ത്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് അതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഒരു 2 മിനിറ്റ് നേരം വീണ്ടും നമുക്ക് അതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അങ്ങനെ 2 മിനിറ്റിന് ശേഷം മോനെ നമ്മുടെ മീനിൻ്റെ അടപ്പ് എടുത്ത് തുറന്നു കഴിഞ്ഞപ്പം സൂപ്പർ സ്മെല്ല് നോക്കിക്കണ്ടേ. അതിൻ്റെ എണ്ണ എല്ലാം മുകളിലേക്ക് വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ അത് ഞാൻ അപ്പോൾ തന്നെ ഇറക്കി വെച്ചിട്ട്, ചട്ടി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം മുന്നേ ഇറക്കി വെച്ചാലും അതിൻ്റെ ചൂടിങ്ങനെ വന്നുകൊണ്ടിരിക്കും, കറി തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴ സ്റ്റൈലിലുള്ള ഒരു ഫിഷ് കറിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്.